എന്റെ ഫാമിലിയിൽ കല്യാണം ഫാമിലി വെഡിംഗ് സെന്റർ. തിരൂർ നഗരസഭാ ലൈബ്രറിയിൽ പുസ്തക റാക്ക് തകർന്നു വീണു. പുസ്തക വായനയ്ക്കെത്തിരുന്ന യുവതി പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. തിരൂർ സിറ്റി ജംഗ്ഷനിലെ അല്ലാമ ഇക്ബാൽ സ്മാരക നഗരസഭാ ലൈബ്രറിയിലെ റഫറൻസ് പുസ്തകങ്ങൾ സൂക്ഷിച്ചിരുന്ന റാക്കാണ് നിലംപൊത്തിയത്. നിർമ്മാണത്തിൽ നടത്തിയ അഴിമതിയും അപാകതയുമാണ് റാക്ക് തകർന്നതിനിടയാക്കിയതെന്ന് LDF കൗൺസിലർമാർ ആരോപിച്ചു. വെള്ളിയാഴ്ച രാവിലെ 9 മണിയോടെയാണ് സംഭവം. ലക്ഷങ്ങൾ ചെലവിട്ട് നഗരസഭ നവീകരിച്ച ലൈബ്രറിയിലാണ് പുതുമ മാറും മുമ്പ് അപകടമുണ്ടായത്. റീഡിംഗ് റൂമിന്റെ ചുമരിൽ ഘടിപ്പിച്ചിരുന്ന പുസ്തകങ്ങളുടെ റാക്കാണ് തകർന്നു വീണത്. വായനക്കെത്തിയ 2 പേർ അപകട സമയം ലൈബ്രറിയിൽ ഉണ്ടായിരുന്നു. റാക്കിന് സമീപത്തായി പുസ്തകം വായിച്ചിരുന്ന യുവതി തലനാരിഴയ്ക്കാണ് അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. മൂല്യമേറിയ പഴയ പുസ്തകങ്ങളാണ് റാക്കിലുണ്ടായിരുന്നത്. കഴിഞ്ഞ ജനുവരി 28-നാണ് ലൈബ്രറി ഉദ്ഘാടനം നടത്തിയത്. ലക്ഷങ്ങൾ ചെലവഴിച്ച് നവീകരണ പ്രവർത്തനം നടത്തിയെങ്കിലും നിർമ്മാണ സാധനങ്ങളുടെ നിലവാരക്കുറവും റാക്കുകൾ ഘടിപ്പിച്ചതിൽ അശാസ്ത്രീയതയുമാണ് അപകടത്തിന് കാരണമെന്നാണ് സൂചന. വലിയ ഭാരമുള്ള പുസ്തകങ്ങൾ സൂക്ഷിക്കേണ്ട റാക്കുകൾ സ്ക്രൂ മാത്രം ഉപയോഗിച്ചാണ് ചുവരിൽ ഘടിപ്പിച്ചിട്ടുള്ളത്. പുസ്തകങ്ങളുടെ ഭാരം താങ്ങാതായതോടെ റാക്ക് നിലം പതിക്കുകയായിരുന്നു എന്നാണ് നിഗമനം. നിർമ്മാണത്തിൽ നടത്തിയ അഴിമതിയും അപാകതയുമാണ് റാക്ക് തകർന്നതിനിടയാക്കിയതെന്ന് LDF കൗൺസിലർമാർ ആരോപിച്ചു. നഗരസഭയുടെ ലൈബ്രറി നവീകരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നഗരസഭാ ലൈബ്രറിയിൽ സ്ഥാപിച്ച ബുക്ക് ഷെൽഫുകൾ ഒന്നാകെ പൊളിഞ്ഞു ചാടി നാശനഷ്ടം സംഭവിച്ചിരിക്കുകയാണ്. നഗരസഭയുടെ പദ്ധതി പണം ഉപയോഗിച്ച് നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളുടെയും സ്ഥിതി ഇതാണ്. വളരെ നിലവാരം കുറഞ്ഞ സാധന സാമഗ്രികളാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. കരാറുകാരും നഗരസഭയിലെ ഉദ്യോഗസ്ഥരും ഭരണക്കാരിൽ ചിലരും ചേരുന്ന അവിശുദ്ധ കൂട്ടുകെട്ടിൻ്റെ കരസ്പർശമെത്താത്ത ഒരു മേഖലയുമില്ല എന്ന് തെളിയിക്കുന്ന സംഭവങ്ങളാണ് ദിനംപ്രതി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നഗരസഭാ ഭരണസമിതി നടത്തിയ പദ്ധതികളുടെ ഗുണം നാട്ടുകാർക്ക് കിട്ടുന്നില്ലെന്നതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് ഇതെന്ന് LDF പാർലമെന്ററി പാർട്ടി ലീഡർ അഡ്വക്കേറ്റ് എസ് ഗിരീഷ് ആരോപിച്ചു. LDF അംഗങ്ങൾ ലൈബ്രറി സന്ദർശിച്ചു. അഡ്വക്കേറ്റ് എസ് ഗിരീഷിനൊപ്പം C നജിബുദ്ദീൻ, അനിത കലരി, KP ജഫ്സൽ, സീനത്ത് റഹ്മാൻ, K ഖദീജ, ആസിയമോൾ എന്നിവരുണ്ടായിരുന്നു.